സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് ലൈൻ വർക്ക് കിട്ടിയ ഒരു വണ്ടിയാണ് BS6 ജൂപ്പിറ്റർ. അപ്പോൾ ഇത് നമ്മൾ വാൽവ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അതായത് ഒരെണ്ണത്തിന് ചെറിയൊരു ബെൻഡുണ്ട്. ചെറുതായിട്ട് ബെൻഡായ പോലുണ്ട്, ലെങ്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വണ്ടി ഓട്ടത്തിൽ നിന്ന സമയത്ത് ഭയങ്കരമായിട്ട് അത് സൗണ്ടൊക്കെ വന്നു ആ കസ്റ്റമർ പറഞ്ഞ്. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രാങ്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രാങ്ക് പൊട്ടിയോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല, അത് ഫുൾ അഴിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ അതിൽ ക്രാങ്ക് പിസ്റ്റൺ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലൈ വീൽ ഇങ്ങനെ ജസ്റ്റ് എൻജിൻ മൊത്തം നമ്മൾ അഴിച്ച് പുറത്തിറക്കി. നമ്മളിങ്ങനെ ഫ്ലൈ വീൽ കറക്കുന്ന സമയത്ത് ഇതുണ്ടോ, പിസ്റ്റൺ മൂവ് ചെയ്യുന്നില്ല, ഒരു ആക്ഷനും ഇല്ല. ഇത് മിക്കവാറും ക്രാങ്ക് പൊട്ടിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ കണക്റ്റിംഗ് റാഡ് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്, അതായത് ഫ്ലൈ വീൽ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്, പക്ഷേ പിസ്റ്റൺ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ മിക്കവാറും കണക്റ്റിംഗ് റാഡ് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും. എന്തായാലും സിലിണ്ടറിൽ പിസ്റ്റൺ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ അഴിച്ചാലേ ബാക്കി അറിയാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ളത്. അപ്പം കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു, പിന്നെ സ്റ്റാർട്ടാവുന്നില്ല. നമ്മൾ പിന്നെ പോയി നോക്കിയ സമയത്ത് കംപ്രഷൻ ഒട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ കംപ്രഷൻ ഇല്ലാത്ത കാരണം തന്നെ നമ്മൾ നാളെ എടുത്തുകൊണ്ടുവന്ന് കംപ്രഷൻ ആക്കി നോക്കി, പക്ഷേ ആയില്ല. അപ്പോൾ കംപ്രഷൻ ആകാത്ത കാരണം നമ്മൾ എടുത്തുകൊണ്ടുവന്ന് അപ്പം തന്നെ ഫുള്ള് അഴിച്ചു. അപ്പം ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഒരു പക്ഷേ ഇതിൻ്റെ ഓയിൽ പമ്പ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും. എന്നാന്ന് വെച്ചാൽ ഹെഡ് അഴിച്ച സമയത്ത് ഹെഡിലൊന്നും തീരെ ഓയിലില്ല. നമ്മൾ ഈ ക്യാപ്പ് അഴിക്കുമ്പം ഇതിൽ കുറച്ച് ഓയിൽ വേണ്ടതാണ്. ഇത് അടിയിൽ വരുന്ന ടാപ്പറ്റ് അഡ്ജസ്റ്റ് ആക്കുന്നതിൻ്റെ അടിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ടാപ്പറ്റ് കവറിനകത്ത് ഇച്ചിരി ഓയിൽ നമ്മൾ അഴിക്കുന്ന സമയത്ത് ഉണ്ടാവണം. പക്ഷെ ഒറ്റത്തുള്ളി ഓയിൽ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. മിക്കവാറും ഓയിൽ പമ്പ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു പോയതായിരിക്കാനാണ് ചാൻസ്. ഓയിൽ അളവോ കാര്യങ്ങളോ കുറവൊന്നുമില്ല. അതായത് നമ്മൾ ഓയിൽ ഫസ്റ്റ് വണ്ടി അഴിക്കുന്നതിന് മുമ്പ് ഓയിൽ ചെക്ക് ചെയ്തു. അപ്പോൾ ഓയിൽ ചെക്ക് ചെയ്തപ്പം ഓയിൽ അളവ് കുറവ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എന്തായാലും മൊത്തം അഴിച്ച് പീസാക്കിയിട്ടുണ്ട്. BS6 നമ്മൾ ജൂപ്പിറ്ററാണ്. അപ്പോൾ എന്തായാലും അഴിച്ച് പീസാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കസ്റ്റമർ ഷോറൂമിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞത് കാരണം നമ്മൾ അഴിച്ചത് മൊത്തം അതുപോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അവർക്ക്